നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃക്കൂർ നെല്ലിച്ചൂട് റിപ്പർ മോഡലിൽ യുവാവിനെ ചുറ്റിയുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതി പിടിയിൽ. കോട്ട സ്വദേശി സിറിലാണ് അറസ്റ്റിലായത്. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. വടക്കാഞ്ചേരി വാഴക്കോട് നിർത്തിയിട്ടിരുന്ന പിക്കപ്പ് വാനിൽ ട്രാവലർ ഇടിച്ച് 4 പേർക്ക് പരിക്ക്. വടക്കാഞ്ചേരിയിൽ കാർ നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ച് 5 പേർക്ക് പരിക്ക്. ദേശീയപാത കൊടുങ്ങല്ലൂർ ഗൗരീശങ്കർ ജംഗ്ഷനിൽ റോഡുകളിലെ കുഴിയടയ്ക്കാൻ കരാർ കമ്പനി നടത്തിയ ശ്രമം യാത്രക്കാർക്ക് ദുരിതമായി. ക്വാറി വേസ്റ്റിട്ട് കുഴിയടച്ചതാണ് യാത്രക്കാരെ ദുരിതത്തിലാക്കിയത്. താലപ്പൊലി നിറവിൽ തിരുവില്ലാമല പറക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രം. കൂട്ടിയെഴുന്നള്ളിപ്പിൽ 21 ഗജവീരന്മാർ അണിനിരന്നു. വിശദാംശങ്ങളിലേക്ക്. തൃക്കൂർ നെല്ലിച്ചോട് റിപ്പർ മോഡലിൽ യുവാവിനെ ചുറ്റിയുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതി പിടിയിൽ. പോട്ട പരമ്പള്ളി നഗർ പടിഞ്ഞറേക്കാടൻ വീട്ടിൽ സിറിലാണ് അറസ്റ്റിലായത്. മരത്താക്കര പുഴമ്പള്ളം സ്വദേശി വെളിയംകുളങ്ങര വീട്ടിൽ ഡിനസ് ഡേവിസിനെയാണ് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ കണ്ടത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഡിനസിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. വെള്ളിയാഴ്ച രാത്രി 7:30യോടെയാണ് സംഭവം. നെല്ലിച്ചൂടുള്ള ജിംനേഷ്യത്തിൽ നിന്ന് ഇറങ്ങിയ ഡിനസിനെ പ്രതി പുറകിൽ നിന്ന് വന്ന് ചുറ്റിയുകൊണ്ട് തലക്കടിച്ച് വീഴ്ത്തുകയായിരുന്നു. ഡിനസിന്റെ ഭാര്യയുമായി ബന്ധമുണ്ടായിരുന്നതായും ഒരുമിച്ച് കഴിയുന്നതിനായാണ് ഡിനസിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതെന്നും പ്രതി കുറ്റം സമ്മതിച്ചു. ചാലക്കുടിയിൽ നിന്ന് ചുറ്റിയ വാങ്ങിയ ഇയാൾ കുപ്പിയിൽ പെട്രോളും കരുതിയിരുന്നു. ചുറ്റിയ കൊണ്ട് അടിച്ചു വീഴ്ത്തിയതിനു ശേഷം കത്തിക്കുകയായിരുന്നു ലക്ഷ്യം. അവിവാഹിതനായ പ്രതിയുടെ വഴിവിട്ട ബന്ധമാണ് ക്രൂരമായ അതിക്രമത്തിന് പ്രേരിപ്പിച്ചതെന്ന് പോലീസ് പറഞ്ഞു. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ആക്രമിക്കാൻ ഉപയോഗിച്ച ചുറ്റികയും രക്ഷപ്പെടാൻ ഉപയോഗിച്ച ബൈക്കും പോലീസ് കണ്ടെടുത്തു. റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ 25ഓളം രഹസ്യ പോലീസിനെ സംഘങ്ങളായി നിയോഗിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് 24 മണിക്കൂറിനുള്ളിൽ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത്. വടക്കഞ്ചേരി വാഴക്കോട് നിർത്തിയിട്ടിരുന്ന പിക്കപ്പ് വാനിൽ ട്രാവലർ ഇടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. വാഴക്കോട് എടലംകുന്ന് ബസ് സ്റ്റോപ്പിന് സമീപത്തായിരുന്നു അപകടം. വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങിയ ബുതുരുത്തി സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന പിക്കപ്പ് വാനിലേക്ക് നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറിയത്. ഇടിയുടെ ആഘാതത്തിൽ സമീപത്തെ വൈദ്യുതി പോസ്റ്റും തകർന്നു. വടക്കാഞ്ചേരി മങ്ങാട് നാലാങ്കല്ല് ബസ് സ്റ്റോപ്പിന് സമീപം നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ച് 5 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദേശീയപാത കൊടുങ്ങല്ലൂർ ഗൗരീശങ്കർ ജംഗ്ഷനിൽ ക്വാറി വേസ്റ്റിട്ട് കണക്ഷൻ റോഡിലെ കുഴിയടയ്ക്കാൻ കരാർ കമ്പനി നടത്തിയ ശ്രമം യാത്രക്കാർക്ക് ദുരിതമായി. മഴ മൂലം വെള്ളം കെട്ടിക്കിടക്കുന്ന റോഡിൽ ക്വാറി വേസ്റ്റിട്ടതോടെ ഇരുചക്ര വാഹന യാത്രികർ തെന്നി വീഴുന്ന അവസ്ഥയാണ്. വണ്ടികളായാലും കാറുകളായാലും ഓട്ടോറിക്ഷകളായാലും ഈ വരുന്ന വഴിയിൽ അതിലും ഉള്ളിൽ കുടുങ്ങുക. അതിൽ നിന്നുള്ള ആളുകൾ പാസഞ്ചേഴ്സ് ഇറങ്ങി അത് തള്ളിക്കൊണ്ടോണ്ട അവസ്ഥ വരിക. കുട്ടികളും കുടുംബമായിട്ട് പോകുന്ന ആൾക്കാരുകൾ ആ ചെളിയിൽ വന്ന് പെടുക. എത്രയോ സാഹചര്യങ്ങൾ ഇങ്ങനത്തെ ഒരു സാഹചര്യം ഇവിടെ സൃഷ്ടിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അവരുടേതായിട്ടുള്ള വർക്കുകൾ കാര്യങ്ങൾ അവർ ചെയ്തോട്ടെ, വേണ്ട എന്ന് പറയുന്നില്ല. അവരെന്ത് ചെയ്യണം? ഈ ഒരു വർക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇത് വരുന്ന യാത്രക്കാരൊക്കെ അറിയിക്കുന്ന രീതിക്ക് എന്തെങ്കിലും തരത്തിലുള്ളൊരു ബാരിക്കേഡ് കെട്ടുകയോ അല്ലെങ്കിൽ ഒരു റിബൺ കെട്ടുകയോ അല്ലെങ്കിൽ ഒരു ബോർഡ് വയ്ക്കുകയോ ഇതൊന്നും ചെയ്യാതെ കണ്ടിട്ടാണ് അവരിതിപ്പോൾ ചെയ്തു വച്ചേക്കുന്നത്. ഇത് വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ്. ഞാനിവിടെ വന്ന് ഇത്രയും നേരം ഏകദേശം 1 മണിക്കൂറിൽ കൂടുതലായിട്ടുണ്ട് ഞാനിവിടെ വന്ന് ഇവരെ കുറച്ച് സൂപ്പർവൈസർമാർ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുകളുണ്ടായിരുന്നു. ഇതെന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു, നിങ്ങൾ എന്തുകൊണ്ട് അത് ഒരു ജനങ്ങളെ അറിയിക്കുന്ന രീതിയിലൊന്നും ചെയ്തില്ല എന്ന് ചോദിച്ചിട്ട് പിന്നീട് ഇവിടെ ആരെയും കണ്ടിട്ടില്ല. നിങ്ങൾക്ക് തന്നെ ചുറ്റും നോക്കിയാൽ അറിയാൻ പറ്റും. ഇതുമായി ബന്ധപ്പെട്ട ഒരാൾ പോലും ഇവിടെ ഇല്ല. ടാർ ഉപയോഗിച്ച് കുഴിയടയ്ക്കുന്നതിന് പകരം ക്വാറി വേസ്റ്റ് കൊണ്ടുവന്നിട്ടതാണ് യാത്രക്കാർക്ക് തിരിച്ചടിയായത്. 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിലെ അപകടാവസ്ഥ അധികൃതരും കണ്ടമട്ടില്ല. തിരുവല്ലാമല പറക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി വർണ്ണാഭമായി. പാമ്പാടി, പടിഞ്ഞാട്ടുമുറി, കിഴക്കുമുറി എന്നീ 3 ദേശങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു ആഘോഷം. പറക്കോട്ടുകാവിന്റെ ശ്രീമൂലസ്ഥാനമായ കണിയാർക്കോട് വടക്കേ കൂട്ടാല ദേവീക്ഷേത്രത്തിൽ നിന്ന് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് നടന്നു.
പാമ്പാടി ദേശം മന്ദം ഭദ്രകാളി ക്ഷേത്രത്തിൽ നിന്ന് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെയും കിഴക്കുമുറി ദേശം മല്ലിച്ചിറ അയ്യപ്പൻകാവിൽ നിന്നുമാണ് എഴുന്നള്ളിപ്പ് ആരംഭിച്ചത്. കൂട്ടിയെഴുന്നള്ളിപ്പിൽ 21ഓളം ഗജവീരന്മാർ അണിനിരന്നു. ആയിരങ്ങളെ സാക്ഷി നിർത്തി നടന്ന കുടമാറ്റം കാഴ്ചവിരുന്നൊരുക്കി. കാള, കുതിരവേലകൾ, പൂതൻ, തിറ, വെള്ളാട്ട്, കലിവേഷങ്ങൾ എന്നിവ എഴുന്നള്ളിപ്പുകൾക്ക് അകമ്പടിയായി. ആതുര ചികിത്സാ രംഗത്ത് ഹോമിയോപ്പതി കടുത്ത വിവേചനമാണ് നേരിടുന്നതെന്ന് ഇതിനൊരു മാറ്റം അനിവാര്യമാണെന്നും ബെന്നി ബെഹനാൻ MP പറഞ്ഞു. ചാലക്കുടിയിൽ നടന്ന ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപ്പത്സ് കേരള 39ാം വാർഷിക സമ്മേളനം മുനിസിപ്പൽ ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യരംഗത്ത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന 2 ആക്ടുകളിലും ഹോമിയോപ്പതിക്ക് പരിഗണനയുണ്ടായില്ല. ഭേദഗതികൾ ആവശ്യപ്പെട്ട് ഭാരവാഹികൾ നിവേദനം തയ്യാറാക്കിയാൽ വിഷയം കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താമെന്നും അനുകൂല നിലപാടിന് പരിശ്രമിക്കുമെന്നും ബെന്നി ബെഹനാൻ പറഞ്ഞു. IHK സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ കൊച്ചുറാണി വർഗീസ് അധ്യക്ഷത വഹിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA മുഖ്യാതിഥിയായി. ഡോക്ടർ ജിതേഷ്, ഡോക്ടർ N രാമസ്വാമി ശർമ്മ എന്നിവർ സെമിനാർ നയിച്ചു. ജനറൽ സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് അസ്ലം, ട്രഷറർ ഡോക്ടർ ഹരി വിശ്വജിത്ത്, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ഡോക്ടർ MR മൃദുൽ, സെമിനാർ ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ TL സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ സമൂഹത്തിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ആശ്രയിക്കാവുന്ന തരത്തിലേക്ക് ഹോമിയോ ചികിത്സ ഇവിടെ വന്നപ്പോൾ ബഹുമാനപ്പെട്ട ഡോക്ടർമാരെ ഞാൻ സംസാരിച്ചപ്പോൾ നിങ്ങളുടെ അടിയന്തര പ്രശ്നങ്ങളെ കുറിച്ച് ചോദിച്ചാൽ ഒന്ന് നമ്മുടെ പബ്ലിക് ഹെൽത്ത് ആക്ട്, അതൊരു ആക്ടാണ്. മറ്റൊന്നാണ് നമ്മുടെ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട്. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ഹായ്, ഫിലിപ്സിൽ ഇപ്പോൾ സമ്മർ സ്പെഷ്യൽ ഓഫർ. ഫിലിപ്സിൽ വന്ന് ഏത് എയർ സ്പാ ചെയ്താലും ഡീറ്റാൻ പാക്ക് ഫ്രീ. കൂടാതെ പെഡിക്യൂർ വിത്ത് മാനിക്യൂർ ചെയ്താലും ഡീറ്റാൻ പാക്ക് ഫ്രീ ആണ്. അത് മാത്രമല്ല, ഫിലിപ്സിൽ സ്കിന്നിനും ഹെയറിനും വേറെയും ഓഫറുകളുണ്ട്. ഈ സമ്മറിൽ നിങ്ങളുടെ സ്കിന്നിന് കൂടുതൽ കെയർ നൽകൂ ഫിലിപ്സിൽ നിന്ന്. Tulips, every beauty solution under a single umbrella. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വാർത്തകളിലേക്ക്. അന്തിക്കാട് ചെമ്മാപ്പള്ളിയിൽ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയും ബൈക്കും തല്ലിപ്പൊളിച്ച പ്രതി പിടിയിലായി. ഊരകം പൂച്ചനിപ്പടം സ്വദേശി പാറക്കൊട്ടുകരക്കാരൻ വീട്ടിൽ ജസ്റ്റോയെയാണ് അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ചെമ്മാപ്പള്ളി സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ മെജോയുടെ സഹോദരിയുടെ മകളെ ജസ്റ്റോ നിരന്തരം ശല്യം ചെയ്തിരുന്നു. ശല്യം സഹിക്കവയ്യാതെ പെൺകുട്ടിയെ മെജോ സ്വന്തം വീട്ടിലേക്ക് മാറ്റി പാർപ്പിച്ചു. ഇതിന്റെ വിരോധത്താലാണ് പ്രതി മെജോയുടെ വീട്ടിലെ വാഹനങ്ങൾ തല്ലി തകർത്തത്. അമേരിക്കയിലെ ട്രയാത്തലോൺ മത്സരത്തിൽ അയൺമാനായി കൊടുങ്ങല്ലൂർക്കാരൻ ശ്രീനാരായണപുരം സ്വദേശിയായ സജിത്താണ് നേട്ടം കൈവരിച്ചത്. ടെക്സസിൽ നടന്ന 140.6 മൈൽ അയൺമാൻ ട്രയാത്തലോൺ മത്സരം വിജയകരമായി പൂർത്തിയാക്കിയാണ് കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരം സ്വദേശിയായ 55-കാരൻ സജിത്ത് തോപ്പിൽ പ്രകാശൻ ഈ നേട്ടം കൈവരിച്ചത്. 2.4 മൈൽ നീന്തലും 112 മൈൽ സൈക്കിൾ സവാരിയും 26.2 മൈൽ മാരത്തൺ ഓട്ടവും ചേർന്നതാണ് അയൺമാൻ ട്രയാത്തലോൺ. മനുഷ്യന്റെ ശാരീരികക്ഷമത പരീക്ഷിക്കുന്ന ലോകത്തിലെ പ്രധാനപ്പെട്ട കായിക മത്സരമാണിത്. ആകെ 13 മണിക്കൂർ 53 മിനിറ്റ് 49 സെക്കൻഡിലാണ് സജിത്ത് ലക്ഷ്യം കണ്ടത്. കഴിഞ്ഞ വർഷം കാനഡയിലെ കാൽഗരിയിൽ നടന്ന മത്സരത്തിലും സജിത്ത് അയൺമാൻ യോഗ്യത നേടിയിരുന്നു. അടുത്തതായി ബോസ്റ്റൺ മാരത്തണിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അദ്ദേഹം. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും മെക്കാനിക്കലിൽ ബിരുദം നേടിയ ശേഷം മധ്യപ്രദേശ്, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ ജോലി ചെയ്ത സജിത്ത് 19 വർഷമായി കാനഡയിലാണ് താമസം. ലേഖയാണ് ഭാര്യ. നീരജ്, സൂരജ് എന്നിവർ മക്കളാണ്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ.
ബാലവേദി പെരിഞ്ഞനം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊൻകതിർ ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചു. പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന ക്യാമ്പ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ് ഉദ്ഘാടനം ചെയ്തു. CPI ലോക്കൽ സെക്രട്ടറി സായിദ മുത്തുകോയത്തങ്ങൾ അധ്യക്ഷയായി. CPI മണ്ഡലം സെക്രട്ടറി TP രഘുനാഥ് സമ്മാന വിതരണം നടത്തി. സന്ധ്യ സുനിൽ, അഡ്വക്കേറ്റ് ശ്രേയസ് പെരിയനത്ത്, ദിവ്യ അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. അമ്പലപ്പാട്ട് ഗോപാലമേനോൻ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ എരുമപ്പെട്ടിയിൽ സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിജി ജോൺ ഉദ്ഘാടനം ചെയ്തു. മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ KP ശ്രീദേവി അധ്യക്ഷയായി. പഞ്ചായത്ത് മെമ്പർമാരായ NK കബീർ, K ഗോവിന്ദൻകുട്ടി, BJP സംസ്ഥാന കമ്മിറ്റി അംഗം E ചന്ദ്രൻ, ഡോക്ടർ ബിനി, KP നന്ദകുമാർ, KP മുകേഷ് തുടങ്ങിയവർ സംസാരിച്ചു. തിരുവിലാമലയിൽ താലപ്പൊലി ആഘോഷങ്ങൾക്കിടെ കെട്ടിടത്തിന്റെ 2ാം നിലയിൽ നിന്ന് വീണ് യുവാവിന് പരിക്ക്. പഴമ്പാലക്കോട് കാഞ്ഞിരക്കാട്ട് വീട്ടിൽ സനീഷിനാണ് പരിക്കേറ്റത്. ശനിയാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. സനീഷിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിന്റെ കാരണം വ്യക്തമല്ല. പഴയന്നൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ചന്ദ്രാപിന്നി സ്വദേശി സതീഷ് കുമാർ വിശാഖപട്ടണത്തിന്റെ മാനസമയനെ വരൂ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ലളിതകലാ അക്കാദമിയിൽ നടന്നു. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചേരൂർ സാഹിതി സംഘടിപ്പിച്ച ചടങ്ങിൽ കവിയും ഗാനരചയിതാവുമായ MD രാജേന്ദ്രൻ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. ചലച്ചിത്ര സംവിധായകൻ അമ്പിളി ആദ്യ പുസ്തകം ഏറ്റുവാങ്ങി. ഗാനരചയിതാവ് ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, സാഹിത്യകാരൻ K രഘുനാഥൻ, സാഹിതി പ്രസിഡന്റ് K ഉണ്ണികൃഷ്ണൻ, അപർണ ബാലകൃഷ്ണൻ, ഐ ഷൺമുഖദാസ്, മോഹൻദാസ് പാറപ്പുറത്ത്, ഹരി P നായർ, ബാവ സൈനുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന പുസ്തക ചർച്ചയിൽ ഗാനരചയിതാവും കവിയുമായ രാജീവ് അലങ്കൽ മുഖ്യാതിഥിയായി. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന സീനിയർ CLCയുടെ നേതൃത്വത്തിൽ 2ാമത് അഖില കേരള ചെസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. നിർമ്മല സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന മത്സരം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. ഫൊറോന വികാരി ഫാദർ ജോഷി അളൂർ അധ്യക്ഷനായി. സഹവികാരി ഫാദർ സാന്റിയോ എലവത്തിങ്കൽ, വാർഡ് മെമ്പർ ഷാജി വർഗീസ്, സീനിയർ CLC പ്രസിഡന്റ് ബിൻസ് വർഗീസ്, ചെസ് കൺവീനർ ഫ്രിജോ ഫ്രാൻസിസ്, ഹേമ ട്രീസ എന്നിവർ സംസാരിച്ചു. കാണുന്നതെല്ലാം മനോഹരമായ വരികളാക്കി മാറ്റി സ്വയം ആലപിച്ച് നാട്ടുകാരുടെ പ്രശംസ നേടുകയാണ് കൊടകരയിലെ വിമുക്ത ഭടൻ നാരായണൻ. തന്റെ ചിന്തകളും അനുഭവങ്ങളും നാരായണന്റെ ചുണ്ടിൽ പാട്ടുകളായി മാറുകയാണ്. കൊടകര മരത്തോമ്പിള്ളി കളപ്പുരയ്ക്കൽ വീട്ടിൽ നാരായണൻ എന്ന 80-കാരനാണ് താൻ എഴുതിയ പാട്ടുകളെല്ലാം ഉടുക്കിന്റെ അകമ്പടിയോടെ പാടുന്നത്. കുടിയന്റെ ഗ്രഹനീല കീഴ്പോട്ടാണ്ടേ, കുടിയന്റെ ഗ്രഹനീല കീഴ്പോട്ടാണ്ടേ, കുടിക്കുമ്പോ പോരാന്ന് തോന്നും, കുടിച്ചു കഴിഞ്ഞാൽ അവൻ ഭ്രാന്തനാകാം. പാട്ടുകൾ എഴുതിയും പാടിയും വിശ്രമ ജീവിതം ആനന്ദകരമാക്കുകയാണ് നാരായണൻ. 20 വർഷത്തോളം സൈനിക സേവനം അനുഷ്ഠിച്ച ഇദ്ദേഹം 1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. സൈനിക സേവനത്തിന് ശേഷം 16 വർഷം കേരള പോലീസിലും സേവനം അനുഷ്ഠിച്ചു. പോലീസിന്റെ ജംഗിൾ ക്യാമ്പിൽ വെച്ചാണ് ആദ്യമായി പാട്ടുപാടാൻ തുടങ്ങിയത്. ക്യാമ്പിലെത്തിയ അക്കാലത്തെ പോലീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥനും ചലച്ചിത്ര താരവുമായിരുന്ന ജഗന്നാഥ വർമ്മയാണ് ക്യാമ്പിൽ വെച്ച് നാരായണനോട് പാട്ടുപാടാൻ ആവശ്യപ്പെട്ടത്. ജംഗിൾ ട്രെയിനിങ്, പോലീസിന്റെ ജംഗിൾ ട്രെയിനിങ് ഉണ്ടായപ്പോൾ നാരായണ ഒരു പാട്ട് പാടാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് വലിയ പാട്ടൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഒരു SI ചെന്ന് പറഞ്ഞു, നാരായണൻ പാട്ട് പാടും. പിന്നെ പാടാതിരുന്നാൽ എനിക്കതൊരു സങ്കടമാവും. അപ്പം അന്ന് ഞാനൊരു പാട്ട് പാടിയത് പളനിമലയിൽ തന്നെയിലെ പല്ലു കൊല്ലും മൃഗ എന്ന് പറഞ്ഞൊരു പാട്ട് പാടി. അന്ന് പാട്ട് പാടിയതോടെ പാടാനുള്ള തന്റെ കഴിവ് നാരായണൻ സ്വയം തിരിച്ചറിയുകയായിരുന്നു. നാട്ടിലെ നിരവധി സംഘടനകളാണ് നാരായണനിലെ ഗായകനെ പുരസ്കാരം നൽകി ആദരിച്ചിട്ടുള്ളത്. TCV കൊടകര. വീണ്ടും ഒരു ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. French Dairy Pistachio Kunafa Bar. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ,
ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കണക്ട് ആൻഡ് വിൻ. ഗീതാഗോപിയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് LDF നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. തൃപ്രയാർ ക്ഷേത്ര പരിസരത്തു നിന്നും ആരംഭിച്ച ആഹ്ലാദ പ്രകടനം ബസ് സ്റ്റാൻഡിന് മുൻപിൽ സമാപിച്ചു. LDF നേതാക്കളായ KM കിഷോർ കുമാർ, ഷീല വിജയകുമാർ, TR രമേഷ് കുമാർ, AS ദിനകരൻ, PR വർഗീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വേദിക സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ കവി കുഞ്ഞുണ്ണി മാഷിന്റെ 99ാം ജയന്തി ദിനം ആഘോഷിച്ചു. ഗുരുവായൂർ നഗരസഭ ഫ്രീഡം ഹാളിൽ നടന്ന സമ്മേളനം കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി ഉദ്ഘാടനം ചെയ്തു. വേദിക സാംസ്കാരിക സമിതി പ്രസിഡന്റ് സജീവൻ നമ്പിയത്ത് അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ, ഭാഗവതാചാര്യൻ വിജയൻ കൈലിയാടി, എഴുത്തുകാരി ശ്രീദേവി അമ്പലപുരം എന്നിവരെ ആദരിച്ചു. തുടർന്ന് നടന്ന കവിയരങ്ങിൽ K ദിനേശ് രാജ, മുരളി മംഗലത്ത്, സുരേന്ദ്രനാഥ പണിക്കർ, ശ്രീലത കാഞ്ഞിരക്കൂട് തുടങ്ങിയവർ കവിതകൾ അവതരിപ്പിച്ചു. TJM ഗോൾഡൻ ഡയമണ്ട്സ്, ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ്. ഗുരുവായൂർ ഇരിങ്ങിപ്പുറം മണിഗ്രാമ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവവും ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞവും തിങ്കളാഴ്ച കാരയിൽ രജനി മോഹനൻ, ശോഭന സുബ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഗുരുവായൂർ മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. മമ്മിയൂർ ദേവസ്വത്തിന്റെയും മമ്മിയൂർ മാതൃസമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് യജ്ഞം നടക്കുന്നത്. ഗുരുവായൂർ മണിസ്വാമി ആണ് മുഖ്യ ആചാര്യൻ. ഈ മാസം 16-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് യജ്ഞ സമർപ്പണം, മംഗള ആരതി എന്നിവയോടെ സപ്താഹത്തിന് സമാപനമാകും. മാതൃദിനത്തിന്റെ സ്നേഹനിറവിൽ 4 തലമുറകളുടെ ചിരിയും വാത്സല്യവും നിറഞ്ഞ് ജീവിതം മനോഹരമാക്കുന്ന ചാലിശ്ശേരി അങ്ങാടി പുലിക്കോട്ടിൽ കൊച്ചുണ്ണി ഭാര്യ ബേബി അമ്മയെ ആദരിച്ചു. 93-ാം വയസ്സിലും മക്കളെയും കൊച്ചുമക്കളെയും പുതുതലമുറയെയും ഹൃദയത്തോട് ചേർത്ത് കുടുംബസ്നേഹത്തിന്റെ തണലായി കഴിയുന്ന ബേബിയമ്മയെ നിയുക്ത MLA VT ബൽറാം വീട്ടിലെത്തി ആദരിച്ചു. CV മണികണ്ഠൻ, സലീം ചാലിശ്ശേരി, ജിജു ജേക്കബ്, റോഷിദ് തമ്പി, പ്രിൻസൻ ചേറു, റീസ പ്രകാശൻ, മോഹനൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ചലിങ്ങാട് ഹംസ മുസ്ലിയാരുടെ 19ാമത് ഉറൂസ് മുബാറക് സമാപിച്ചു. മൗലീദ് പാരായണത്തിന് മഹല്ല് ഖത്തീബ് അബൂബക്കർ സയ്യിദി കക്കടിപ്പുറം, ഉസ്മാൻ സക്കാഫി, കാരക്കാട് അഹമ്മദ് അബ്ദുറഹ്മാൻ അഹ്സനി എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് നടന്ന ഭക്ഷണ വിതരണം PA അബൂബക്കർ ഹാജി ഉദ്ഘാടനം ചെയ്തു. ജനറൽ കൺവീനർ PT മുഹമ്മദ് അലി, ട്രഷറർ PM ഉസ്മാൻ ഹാജി, മഹൽ സെക്രട്ടറി PA മുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി. കാട്ടകമ്പാൽ YMCAയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും നടത്തി. കുന്നുകുളം IMAയുടെയും വ്യാപാരി വ്യവസായ ഏകോപന സമിതി കാട്ടകമ്പാൽ ചിറക്കൽ യൂണിറ്റിന്റെയും സഹകരണത്തോടെ നടത്തിയ ക്യാമ്പിന്റെ ഉദ്ഘാടനം കാട്ടകമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ നിർവഹിച്ചു. YMCA പ്രസിഡന്റ് CC മോഹനൻ അധ്യക്ഷത വഹിച്ചു. IMA പ്രസിഡന്റ് ഡോക്ടർ താജ് പോൾ, വ്യാപാരി വ്യവസായ ഏകോപന സമിതി ചിറക്കൽ യൂണിറ്റ് പ്രസിഡന്റ് സോണി സക്കറിയ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ ഈഴവ സഭ 18ാം വാർഷിക സമ്മേളനം ശ്രീനാരായണ ധർമ്മസംഘം പ്രസിഡന്റ് ഡോക്ടർ സച്ചിദാനന്ദ സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് TK ഷൺമുഖൻ അധ്യക്ഷത വഹിച്ചു. ചികിത്സാ ധനസഹായം തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ അജയകൃഷ്ണനും പുതിയ അംഗങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റ് റിട്ടയർഡ് മേജർ പ്രൊഫസർ ഡോക്ടർ CN വിശ്വനാഥനും വിതരണം ചെയ്തു. PK അശോകൻ, പ്രൊഫസർ TK സതീശൻ, പ്രൊഫസർ MB മധു, അഡ്വക്കേറ്റ് CBK ലാൽ, ജയപ്രകാശൻ മാമ്പുള്ളി, അഡ്വക്കേറ്റ് സീസർ അറക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. പറപ്പൂർ സെന്റ് ജോൺ നെബുംസാൻ ഫൊറോന ദേവാലയത്തിലെ തിരുനാളിനോടനുബന്ധിച്ച് നടന്ന പ്രദക്ഷിണം ഭക്തിസാന്ദ്രമായി. ഫാദർ സെബി പുത്തൂർ തിരുനാൾ ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ഫ്രജോ വാഴപ്പള്ളി സന്ദേശം നൽകി. തിങ്കളാഴ്ച വൈകിട്ട് 6 മണിക്ക് ഇടവക ദിനാഘോഷം നടക്കും. വികാരി ഫാദർ പോൾ തേക്കാനത്ത്, ജനറൽ കൺവീനർ ഡേവിസ് വടക്കൻ, കൈക്കാരന്മാരായ KL സേവ്യർ, AT അഗസ്റ്റി, CP തോമസ്,
CD ജോസൻ തുടങ്ങിയവർ തിരുനാൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. സമസ്ത കേരള വാരിയർ സമാജം ജില്ലാ സമ്മേളനം സമാജം സംസ്ഥാന ട്രഷറർ വി. വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. തൈക്കാട്ടുശ്ശേരിയിൽ നടന്ന സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് കെ. ഉണ്ണികൃഷ്ണ വാര്യർ അധ്യക്ഷത വഹിച്ചു. മധ്യമേഖലാ പ്രസിഡന്റ് ആർ. മുരളീധരൻ, മധ്യമേഖലാ സെക്രട്ടറി രജനീഷ് ആർ. വാര്യർ, ജില്ലാ സെക്രട്ടറി വി. സതീശൻ, കെ. ശശിധരൻ, പി. ശങ്കരൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് AK അയ്യപ്പൻ CV സുകുമാരൻ വായനശാലയുടെ വായനക്കളരിയുടെ ഭാഗമായി അഭിമുഖവും ഏകപാത്ര നാടകാവതരണവും നടത്തി. പ്രമുഖ നടനും സംവിധായകനുമായ ആദിത്യൻ കാതിക്കോട് ഏകപാത്ര നാടകം അവതരിപ്പിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. ബാലവേദി പ്രസിഡന്റ് മലാല വിബീഷ് അധ്യക്ഷത വഹിച്ചു. വായനശാല വൈസ് പ്രസിഡന്റ് NAM അഷ്റഫ്, താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി NS ജയൻ, വായനശാല സെക്രട്ടറി MB രേണുക, ബാലവേദി സെക്രട്ടറി TR ആർദ്ര എന്നിവർ സംസാരിച്ചു. വിദ്വേഷ രാഷ്ട്രീയത്തെ ഫലപ്രദമായി പ്രതിരോധിക്കുന്നതിൽ മതേതര കക്ഷികൾക്ക് ജാഗ്രത കുറവ് സംഭവിച്ചുവെന്ന് കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് പറവൂർ അഭിപ്രായപ്പെട്ടു. കൊടുങ്ങല്ലൂർ സോൺ സമസ്ത സെന്റിനറി അസംബ്ലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ മതേതര പൈതൃകത്തിന് പോറലേൽപ്പിക്കാൻ പാടില്ലയെന്നും മതേതര കക്ഷികൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. PM അബ്ദുൽ കരീം ഹാജി അധ്യക്ഷത വഹിച്ചു. മാടവന ഇബ്രാഹിം കുട്ടി മുസ്ലിയാർ, ജമാലുദ്ദീൻ ഹാജി, KM റാഫിദ് സക്കാഫി, I മുഹമ്മദ് കുട്ടി സുഹരി, ഷമീർ എറിയാട്, KK അബ്ദുൽ മജീദ്, KA റഫീഖ് സക്കാഫി തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ സുന്നി കൾച്ചറൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നിർധനരായ രോഗികൾക്ക് സൗജന്യ മെഡിക്കൽ കാർഡ് വിതരണം ചെയ്തു. നിയുക്ത MLA OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. അബ്ദുറഹ്മാൻ ഹാജി അധ്യക്ഷത വഹിച്ചു. സയ്യിദ് ഷംസുദ്ദീൻ തങ്ങൾ, അസീസ് നിസാമി, NA റഫീഖ്, നൌഷാദ്, MK ഷഗീർ, അക്ബർ, MM സീനിയർ, TA ഹൈദരലി, PA ഗഫൂർ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,965 രൂപ, പവന് 1,11,720 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃക്കൂർ നെല്ലിച്ചൂട് റിപ്പർ മോഡലിൽ യുവാവിനെ ചുറ്റിയുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതി പിടിയിൽ. കോട്ട സ്വദേശി സിറിലാണ് അറസ്റ്റിലായത്. പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. വടക്കാഞ്ചേരി വാഴക്കോട് നിർത്തിയിട്ടിരുന്ന പിക്കപ്പ് വാനിൽ ട്രാവലർ ഇടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. വടക്കാഞ്ചേരിയിൽ കാർ നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ച് 5 പേർക്ക് പരിക്ക്. ദേശീയപാത കൊടുങ്ങല്ലൂർ ഗൗരീശങ്കർ ജംഗ്ഷനിൽ റോഡുകളിലെ കുഴിയടയ്ക്കാൻ കരാർ കമ്പനി നടത്തിയ ശ്രമം യാത്രക്കാർക്ക് ദുരിതമായി. ക്വാറി വേസ്റ്റിട്ട് കുഴിയടച്ചതാണ് യാത്രക്കാരെ ദുരിതത്തിലാക്കിയത്. താലപ്പൊലി നിറവിൽ തിരുവില്ലാമല പറക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രം കൂട്ടിയെഴുന്നള്ളിപ്പിൽ 21 ഗജവീരന്മാർ അണിനിരന്നു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.